അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇപ്പോൾ ഞങ്ങൾ ഖന്തക്ക് മലയിലേക്ക് കയറുകയാണ് കേട്ടോ. ഖന്തക്ക് മലയിലേക്ക് കയറുകയാണ് നമ്മളെ ബുറാക്ക് സംഘം. ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് ആളവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അവിടെ ചെന്നിട്ട് അവരോട് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പറയും. ഖന്തക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയം കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് മുത്തുനബി മലയുടെ മുകളിലുള്ളൊരു ഗുഹ അവിടെ വന്ന് ദീർഘനേരം സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്തപ്പോൾ ദീർഘനേരം സുജൂദിൽ നിന്ന് എണീക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയണേ, മുത്തുനബി സല്ലല്ലാഹു തങ്ങൾ വഫാത്തായോ എന്ന് വരെ വിചാരിച്ചു, പേടിച്ചു പോയി. മുത്തുനബി സല്ലല്ലാഹു തങ്ങൾ വഫാത്തായോ എന്ന് വരെ പേടിച്ചു പോയി. ആരെ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയണേ. ആ ഗുഹയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ആ ഗുഹയിൽ സുജൂദ് കടക്കാൻ വേണ്ടി, നിസ്കരിക്കാനൊക്കെ വേണ്ടി ഒളുവെടുത്ത ഒരു കുഴിയുണ്ട്. മുത്തുനബി ഒളുവെടുത്ത കുഴിയുണ്ട് ഖന്തക്ക് മലയുടെ മുകളിൽ. അതും പിന്നെ മുത്തുനബിൻ്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലമുണ്ട്. ഇത് രണ്ടും കാണിക്കാൻ, ഇത് മൂന്നും കാണിക്കാം. മുത്തുനബി സുജൂദ് ചെയ്ത സ്ഥലം, മുത്തുനബിൻ്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം, മുത്തുനബി ഒളുവെടുത്ത കുഴി. ഇത് കാണിക്കാനാണ് ബുറാക്ക് സംഘം ഖന്തക്ക് മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബുറാക്ക് ഇറങ്ങലിട്ടോ. മുത്തുനബി ഒളുവെടുത്ത കുഴി കാണിച്ചു തരാണ്ട്, മുത്തുനബി ഒളുവെടുത്ത കുഴി കാണിച്ചു തരാണ്ട്. ഇതാ നമ്മളെ ബുറാക്ക് സംഘമാണ് വരുന്നത് കേട്ടോ. ഖന്തക്ക് മലയുടെ മുകളിലേക്ക് നമ്മുടെ ബുറാക്ക് സംഘം. ഈ മലയുടെ മുകളിൽ സലഅ പർവ്വതം. ഇതിനേറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ മദീന പള്ളി കാണും. ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ മദീന പള്ളി കാണും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്, ഖന്തക്ക് മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം സുജൂദിൽ കടന്ന ഗുഹയാണ് ഈ കാണുന്നത്. ദീർഘനേരം, ഒരുപാട് നേരം സുജൂദിൽ കടന്ന്. ഞാൻ പറഞ്ഞില്ല, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിചാരിച്ചു മുത്തുനബി വഫാത്തായതേറ്റാണോ എന്ന് വരെ വിചാരിച്ചു പറഞ്ഞില്ലേ. ആ ഗുഹയാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് നേരം. ഇനി ഞാൻ നിങ്ങൾക്ക് മറിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളുവെടുത്ത കുഴിയുണ്ട്, അത് കാണിച്ചു തരാനാണ്. കുട്ടികളിൻ്റെ പിന്നാലെ പോരിട്ടോ. മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങൾ ഒളുവെടുത്ത കുഴിയുണ്ട്, അത് കാണിക്കാനാണ് ഞാൻ പോരുന്നത്. പോയി ഇവരെ കൊണ്ടുപോകുന്നു കേട്ടോ. അല്ലാ, അതൊക്കെ കാണാനും വേണ്ട നിങ്ങൾ പോരുക. ബുറാക്കിൻ്റെ കൂടെ പോകുന്നവളെയും പല ബാച്ചുകാരുണ്ട്, പല ടൈമിനും പോരുന്നുണ്ട്. ഈ മാസമുണ്ട്, അടുത്ത മാസമുണ്ട്, പിന്നെ ജനുവരി ആദ്യത്തിൽ ഈ പാവപ്പെട്ട ഞാനുണ്ട്. ഇതാണ് കുഴി കേട്ടോ. ഇതിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളുവെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തത്. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളുവെടുക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് ഈ കുഴിയിൽ നിന്നാണ്. നാൽപ്പത് ആളുകളെ നമ്മളിന്ന് സിയാറക്ക് പോകുന്നുണ്ട്. 40 ആളും ഖന്തക്ക് മല കയറി എന്നുള്ളതാണ് വലിയ അത്ഭുതം. മാഷാ അല്ലാഹ്. അതും പനിച്ചിട്ട്. എൻ്റെ രണ്ടാമത്തെ അമീറാണ് പറയുന്നത് കേട്ടോ, പനിച്ചുകൊണ്ടാണ് കയറിയത്. കണ്ടങ്ങള് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളുവെടുത്ത പിന്നെ കുഴിയാണ് കാണുന്നവർ. നമ്മുടെ ബുറാക്ക് സംഘം 40 ആൾ പോകുന്നത്, 40 ആളും കയറിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. ഇനി കാരണന്മാരിതാ കയറി വരുന്നുണ്ട്. നമ്മൾ അലവിയാക്ക് ഉഷാറായി വരുന്നുണ്ട്. കഴിഞ്ഞ മേലെ ഇവിടെ മുകളിൽ നിന്ന് ഒരു കുട്ടിനെ കിട്ടിയിരിക്കുന്നു. ചക്കര ഇനി ഞാൻ നമ്മളെ ബുറാക്ക് സംഘത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഖന്തക്ക് മലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ അവിടുത്തെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലമാണ് കാണിച്ചു കൊടുക്കുന്നത്. കാൽപ്പാട് പതിഞ്ഞ സ്ഥലമാണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതാണ് അതിൻ്റെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാട് പതിഞ്ഞത് ആ സ്ഥലമാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ റൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ആരോ വന്നിട്ട് ഒരു പക്ഷേ സൈഡിൽ കാണുന്ന ഇതായിരിക്കാം. എന്തായാലും 2 കാലിൻ്റെ, ഒന്ന് ഇവിടെയുണ്ട്, ഒന്നിവിടെ, 2 കാലിൻ്റെ അടയാളങ്ങളായിട്ടാണ് കാണുന്നത്. അത് പാറയിൽ എങ്ങനെ പതിഞ്ഞു വെച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത് പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാട് പതിഞ്ഞ നമ്മൾ ബുറാക്ക് സംഘം ഉള്ളത് ഇപ്പോൾ അവിടെയാണ് കേട്ടോ.
ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 2.25 കിലോമീറ്റർ നീളമാണ് ഖന്തക്കിൻ്റെ കിടങ്ങിൻ്റെ നീളം. 10 അടി ആഴം, 6 അടി വീതി. ഇതിൽ ഇവിടത്തേക്ക് സബഅ മസാജിദ് എന്നാ പേര്. യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും ഒപ്പം നിസ്കരിക്കുമല്ലോ. ഒരു കൂട്ടം നിസ്കരിക്കും, ഒരു കൂട്ടം ശത്രുക്കളെ നോക്കിക്കും. ഓരോ കൂട്ടത്തിന് ഓരോ ഇമാമിങ്ങൾ. ആ ഇമാമികളുടെ പേരിലാണ് പിൽക്കാലത്ത് പള്ളികൾ വന്നത്. അതിൽ ഒരു പള്ളി നമ്മൾ കണ്ട്, ജാബിർ റളിയല്ലാഹുവിന്റെ വീട്, മസ്ജിദ് ബനി ഹറാം, മസ്ജിദ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് അൽ ഫതഹ്. അങ്ങനെ സബഅ മസാജിദ്, 7 പള്ളി. എൻ്റെ പണികളെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. ജബലുസ്സിൽ എന്നാണ് നിങ്ങൾ കയറിയ മലൻ്റെ പേര്. ജബലുസ്സിൽ, ജബലു സവാബ് എന്നും മലക്ക് പേരുണ്ട്. ഉഹദ് യുദ്ധത്തിന് പോയതും തിരിച്ചു വന്നതും ഈ ഏരിയയിൽ കൂടെയാണ്. അതുകൊണ്ട് ഈ റോഡിന്റെ പേര് ത്വരീഖ് സയ്യിദ് ഷുഹദാ. ഉഹദ് ഷുഹദാക്കളുടെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. സയ്യിദ് ഷുഹദ എന്ന് ഉദ്ദേശിക്കുന്നത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊപ്പം മദീന പള്ളിയിൽ നിന്ന് 1000 പേര് ഇറങ്ങിയത്. ഉഹദ് യുദ്ധം നടക്കുന്നത് ഹിജ്റ 3-ാം വർഷം. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വഹാബത്തും മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഷവ്വാൽ മാസം 14 ഒരു അഭിപ്രായമുണ്ട്, 16 എന്നുണ്ട്. നബി തങ്ങളും സ്വഹാബത്തും ഉഹദിലേക്ക് ഇറങ്ങി. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം 1000 പേര് ഇറങ്ങി. എടുത്തോട്ടൊക്കെ നിങ്ങൾ 2 കുബ്ബയും ഒരു മിനാറുള്ള പള്ളി. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റ് കെട്ടിയത് യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടത്തൊപ്പയും പടയെങ്കി തിരിച്ചത് ഇവിടെ നിന്നാണ്. വീട്ടിൽ നിന്ന് പടത്തൊപ്പയും പടയെങ്കി തിരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത്. ഇവിടെ അയച്ചു വെച്ചു ടെന്റിൽ. പിറ്റേ ദിവസം 2ാമതും ഇവിടുന്ന് ധരിച്ചു. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലത്ത് പള്ളി വന്നു. പള്ളിക്ക് വരച്ചു മസ്ജിദു ദിറ, പടത്തൊപ്പി പടയെങ്കി തിരിച്ച പള്ളി. മസ്ജിദ് ഷെയ്ഖൈൻ എന്ന് പള്ളിക്ക് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി 4 വക്ത് നിസ്കരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്നാണ് 300 മുനാഫിക്കീങ്ങൾ പിന്തിരിഞ്ഞത്. യുദ്ധത്തിന് ഞങ്ങളില്ല, ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ സ്ത്രീകൾക്ക് കാവലിനാളില്ല എന്ന് പറഞ്ഞ് 300 മുനാഫിക്കീങ്ങൾ തിരിഞ്ഞുപോയി. പല അഭിപ്രായങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൽ 300 പേര് 1000 പേര് തിരിഞ്ഞുപോയി. 700 പേര് ഇവിടുന്ന് അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടു. വെള്ളം പോലെ പാത്തിയാണ്. ഇത് പഴയ മോഡൽ ഉണ്ടാക്കി വെച്ച പള്ളിയാണിത്. മസ്ജിദു ഷെയ്ഖൈനി, മസ്ജിദു ദിറ. ومسجد بني حارثة جلس في موضعه رسول الله صلى الله عليه وسلم لاستراحة من التعب الذي حصل له من طول الطريق حين رجوع من غزوة أحد. أحد യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തിരുശരീരത്തിലേക്ക് ശത്രുക്കൾ മുറിവേൽപ്പിച്ചു. തിരിച്ചു മടങ്ങുന്ന വഴി വിദൂരമായതിനാൽ തങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. പിൽക്കാലത്ത് പള്ളി വന്നു. പള്ളിക്ക് വരച്ചു മസ്ജിദ് മുസ്തറാഹ്, തങ്ങൾ റെസ്റ്റ് എടുത്ത പള്ളി. മസ്ജിദ് ബനി ഹാരിസ എന്ന് പേരുണ്ട്. ബനി ഹാരിസ ഗോത്രക്കാർ താമസിച്ച ഏരിയയാണിത്. ഈ ഏരിയൻ്റെ പേര് അയ്യ ബനി ഹാരിസ. ഇന്ന് അറിയപ്പെടുന്നത് മുസ്തറാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റെസ്റ്റ് എടുത്ത സ്ഥലമാണ്. മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേരെ ശത്രുക്കൾ അമ്പെയ്യുന്നു, വാളുകൊണ്ട് വെട്ടാൻ വരുന്നു. ഓരോ അമ്പുകളും ഓരോ വാളിൻ്റെ വെട്ടുകളും ഓരോ സ്വഹാബികൾ ഏറ്റെടുത്തു. തങ്ങൾക്ക് ഒരമ്പും തറച്ചുകൂടാ. ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് വരുന്ന അമ്പുകൾ ചാടി ചാടി ഏറ്റെടുത്തു. ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തേക്ക് വന്ന് അമ്പ് പതിഞ്ഞു. കണ്ണ് കവൾ കൂടെ തൂങ്ങി നിന്നു. യുദ്ധം കഴിയുന്നത് വരെ ഖതാദ റളിയല്ലാഹു അൻഹു കാത്തു നിന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നബിയെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാഴ്ച തിരിച്ചു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഖതാദ നീ ക്ഷമിക്ക്, നിനക്ക് അല്ലാഹു കൂലി നൽകും. നബിയെ കൂലിയും വേണം, കാഴ്ചയും വേണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമ്മുനീര് തൊട്ട് കണ്ണിനെ സ്ഥാനത്ത് വെച്ച് കൊടുത്തു. കാഴ്ച തിരിച്ചു കിട്ടി. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മുനീര് തൊട്ട കണ്ണിനിക്ക് ഒരസുഖം പോലും സംഭവിച്ചില്ല. നബി തങ്ങൾക്ക് വരുന്ന അമ്പുകൾ ഏറ്റെടുത്തതിൽ ത്വൽഹത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുണ്ട്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുണ്ട്, ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയുണ്ട്, ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുണ്ട്.
ചിലർക്ക് ആഴമുള്ള മുറിവേറ്റു, ചിലർ ബോധരഹിതരായി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അബ്ദുല്ലാഹി ബിൻ കംആ എന്ന് പറയുന്ന ശത്രു വാളുകൊണ്ടടിച്ചു. തങ്ങളുടെ പടത്തൊപ്പി ധരിച്ചിരുന്നു, അതിലേക്ക് സ്പീഡിലടിച്ചപ്പോൾ പടത്തൊപ്പിയുടെ ഒരു വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിയിലേക്ക് കയറി. ഒരു കുടത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിലേക്ക് കയറി. തങ്ങളുടെ മുമ്പല്ലി ഷഹീദായി. മുമ്പല്ലി ഷഹീദായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യുദ്ധക്കളത്തു നിന്ന് ത്വൽഹത്തു ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു ഏറ്റുകൊണ്ടുവന്നിട്ട് ഈ മരണത്തെ ഈ ഗുഹണ്ട്, ആ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തിയത്. നല്ല സുഗന്ധമുള്ള ഗുഹാണിത്. ഒന്ന് ഇറങ്ങല്ലോ സർ.